ലേണിംഗ് ഞാൻ നിങ്ങളുടെ സ്വന്തം മിഥില ബിസാഡ്. മക്കളെ, നിങ്ങൾ കെമിസ്ട്രിയിൽ അല്ലെങ്കിൽ നമ്മുടെ സയൻസിലെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ബോർഡ് എക്സാം അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റാതെ വരിക എന്ന് പറയുന്നത് അല്ലേ. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ തരത്തിലാണ് ക്വസ്റ്റ്യൻസ് വരിക, ഏതൊക്കെ ആക്ടിവിറ്റീസ് പഠിക്കണം, ഇതൊക്കെ എൻ്റെ കുട്ടികൾക്ക് കുറേ കൺഫ്യൂഷൻസ് ഉള്ള കാര്യമാണല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ മിസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഓറിയൻറ്റഡ് ആയിട്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക. അത് മാത്രമല്ല, ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ ഇനി ഇതുപോലെ എന്ത് വീഡിയോ ആണ് വേണ്ടത് എന്നും കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ നോക്കിക്കേ മക്കളെ, അപ്പോൾ ആർ യു റെഡി? എല്ലാവരും റെഡി അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ സ്റ്റുഡൻറ് ഡിപ്ഡ് എ സ്ട്രിപ്പ് ഓഫ് പേജ് പേപ്പർ ഇൻ ഡിസ്റ്റൽഡ് വാട്ടർ ടേക്കൺ ഇൻ എ ട്യൂബ്. അപ്പോൾ ബേസിക്കലി നമ്മളൊരു ട്യൂബ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഒരു ട്യൂബ് എടുത്തു. ഈ ട്യൂബിനുള്ളിൽ നമ്മൾ എന്താ എടുത്തത്? ഈ ട്യൂബിനുള്ളിൽ ഇങ്ങനെ കുറച്ച് ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത്, നമുക്കറിയാം ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ pH എങ്ങനെയാണ് വരിക? വാട്ടറിൻ്റെ pH എന്താ? pH എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഒരാളുടെ pH ന്യൂട്രൽ ആണെങ്കിൽ pH പേപ്പറിൽ എന്ത് കളറാണ് വരിക എന്നെൻ്റെ കുട്ടികൾക്കറിയോ? ഗ്രീൻ കളറാണ് വരിക. ഓക്കെ, അപ്പം നമ്മൾ ഡിസ്റ്റൽഡ് വാട്ടർ ന്യൂട്രൽ ആയതുകൊണ്ട് തന്നെ എക്സ്പെക്ട് ചെയ്തതുപോലെ pH പേപ്പർ ഡിപ്പ് ചെയ്തപ്പോൾ ഒരു ഗ്രീൻ കളറാണ് അവിടെ വന്നിട്ടുള്ളത്. ഇനി അപ്പോൾ എന്ത് ചെയ്തു? അവൻ എന്താ ചെയ്ത? അടുത്തതായിട്ട് കുറച്ച് കോമൺ സോൾട്ട് അതിലേക്ക് ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ pH പേപ്പറിൽ ഇനി എന്ത് കളർ ചേഞ്ച് ആണ് വരിക എന്നാണ്. അപ്പോൾ ഇതൊരു ആക്ടിവിറ്റി ആണ് അല്ലേ. അപ്പം നമ്മളൊന്ന് ചിന്തിക്കണം, ഇതിനെ ഫസ്റ്റ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഡിസ്റ്റൽഡ് വാട്ടർ ന്യൂട്രൽ ആണ്. ന്യൂട്രൽ ആയതുകൊണ്ടാണ് ഗ്രീൻ കളർ pH പേപ്പർ കാണിച്ചത്. അതാ ഈ ഒരു ഡയഗ്രത്തിൽ എൻ്റെ കുട്ടികൾക്ക് കാണാം. അപ്പോൾ ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, കോമൺ സോൾട്ടിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ pHന് എന്ത് ചേഞ്ച് ആണ് വരിക? അപ്പോൾ കോമൺ സോൾട്ട് അല്ലെങ്കിൽ നമ്മുടെ ടേബിൾ സോൾട്ട് എന്നൊക്കെ പറഞ്ഞാൽ ആരാണ്? NaCl, സോഡിയം ക്ലോറൈഡ് ആണ്. ഈ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിൽ വരുന്ന സോൾട്ട് ആണെന്ന് എൻ്റെ കുട്ടികൾക്ക് ഓർമ്മയുണ്ടോ? അസിഡിക് സോൾട്ട് ആണോ? ബേസിക് സോൾട്ട് ആണോ? ന്യൂട്രൽ സോൾട്ട് ആണോ? ഏത് കൈൻഡ് ഓഫ് സോൾട്ട് ആണിത്? നമുക്ക് പറയാം, ഈ കോമൺ സോൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആസിഡും സ്ട്രോങ് ആയിട്ടുള്ള ബേസും തമ്മിൽ റിയാക്ട് ചെയ്താൽ കിട്ടുന്ന ആളാണ് അല്ലേ. ഒരു സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും തമ്മിൽ റിയാക്ട് ചെയ്താൽ നമ്മൾക്ക് കിട്ടുന്നത് ന്യൂട്രൽ സോൾട്ടിനെയാണ്. ശരിയാണോ മിസ് പറഞ്ഞത്? അപ്പം NaOH എന്ന് പറയുന്ന സ്ട്രോങ് ബേസും HCl എന്ന് പറയുന്ന സ്ട്രോങ് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്തു. അങ്ങനെ റിയാക്ട് ചെയ്തിട്ടാണ് NaCl എന്ന് പറയുന്ന ന്യൂട്രൽ ആയിട്ടുള്ള ടേബിൾ സോൾട്ടിനെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ന്യൂട്രൽ ആയിട്ടുള്ള ഡിസ്റ്റൽഡ് വാട്ടർ നമ്മുടെ കയ്യിലുണ്ട്. ഇതിനുള്ളിലേക്ക് നമ്മൾ വീണ്ടും എന്താ ചെയ്യുന്നത്? നമ്മൾ വീണ്ടും ന്യൂട്രൽ ആയിട്ടുള്ള കോമൺ സോൾട്ടിനെയാണ് ഇങ്ങനെ ഇടുന്നത് അല്ലേ. കോമൺ സോൾട്ടിനെ ഇട്ടു, പക്ഷേ ഈ NaCl എന്ന് പറയുന്നതും ന്യൂട്രൽ ആയിട്ടുള്ള സോൾട്ട് തന്നെയാണല്ലേ. അപ്പം ന്യൂട്രൽ സോൾട്ടിനെ ഇട്ട് കഴിഞ്ഞാൽ pHൽ ചേഞ്ച് വരുമോ? ഒരു ചേഞ്ചും വരില്ല. അപ്പം നമുക്ക് പറയാം, ദ ഗ്രീൻ കളർ റിമൈൻസ് ദ സെയിം അല്ലേ. അതിനൊരു മാറ്റവും വരുന്നില്ല. അല്ലെങ്കിൽ pH പേപ്പറിന് ഒരു കളർ ചേഞ്ചും വരുന്നില്ല. കാരണം NaCl അഥവാ കോമൺ സോൾട്ട് ഈസ് എ ന്യൂട്രൽ സോൾട്ട്. ന്യൂട്രൽ സോൾട്ടിനെ ആഡ് ചെയ്താൽ pHന് ചേഞ്ച് വരില്ല എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കും. സിമ്പിൾ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. when water is added gradually to a white solid eggs. ഓക്കെ, അപ്പം നമ്മൾ ഒരു ബീക്കർ എടുത്തു. ആ ബീക്കറിൽ ഒരു വൈറ്റ് കളറിലുള്ള ഒരു സോളിഡ് സബ്സ്റ്റൻസ് ഉണ്ട്. ഇവനാണ് എഗ്സ്. ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്തത്? കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്തു. അപ്പം എന്താ സംഭവിച്ചേ? ഹിസ്സിങ് സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന ഒരു സൗണ്ട്. ഇപ്പം നമ്മൾ നല്ല ചൂട് പാത്രത്തിലേക്കൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ എന്ന് പറഞ്ഞൊരു സൗണ്ട് വരില്ലേ, അതാണ് ഹിസ്സിങ് സൗണ്ട് കേട്ടു. അപ്പോൾ ആ ഹിസ്സിങ് സൗണ്ട് വന്നു. ദ ലോട്ട് ഓഫ് ഹീറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ്. കുറേ ഹീറ്റ് റിലീസ് ചെയ്തു, ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്തു. അപ്പോൾ എക്സിനെ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടു. അപ്പോൾ ഹിസ്സിങ് സൗണ്ടും കുറേ ഹീറ്റും വന്നു, പുതിയൊരു പ്രോഡക്റ്റ് കിട്ടി. ഇനി എ സസ്പെൻഷൻ ഓഫ് വൈ ഇൻ വാട്ടർ ഈസ് അപ്ലൈഡ് ടു ദ വാൾസ് ഓഫ് എ ഹൗസ് ഡ്യൂറിങ് വൈറ്റ് വാഷിംഗ്. അപ്പോൾ ഈ പറഞ്ഞ പുതിയതായിട്ടുണ്ടായിട്ടുള്ള പ്രോഡക്റ്റ് വൈ, അവനെ നമ്മൾ വൈറ്റ് വാഷിങ്ങിനും യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ
ആരായിരിക്കും എക്സ്? ഇതെന്താണ് വൈറ്റ് വാഷ് നമ്മൾ യൂസ് ചെയ്യുന്ന ആരെയാ? വൈറ്റ് വാഷിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെയായിരുന്നു? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലേ, ഇൻ വാട്ടറിനെയാണ്. ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഇൻ വാട്ടർ അതിനെയാണ് നമ്മൾ പെയിന്റ് അടിച്ച് വെക്കുക, വൈറ്റ് വാഷിങ് പുട്ടി അടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക അല്ലേ. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകണമെങ്കിൽ ആദ്യം ആരെയായിരിക്കണം എടുത്തിട്ടുണ്ടാവുക? ആദ്യം ഒരാളെ എടുത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്യണം. അതാരാണ്? യെസ്, നമ്മുടെ സ്വന്തം ക്യുക്ക് ലൈമാണ് അല്ലേ. ആരാണ്? ക്യുക്ക് ലൈം അഥവാ കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന ആളാണ്. ഈ കാൽഷ്യം ഓക്സൈഡിനെ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടായി, ഹീറ്റ് റിലീസ് ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഹിസ്സിങ് സൗണ്ട് നമ്മൾക്ക് കേൾക്കാൻ സാധിച്ചത്. കെമിക്കൽ ഫോർമുല എന്താണ്? കെമിക്കൽ ഫോർമുല എന്താ? CaO ആണ്. ഇനി എന്താ പറഞ്ഞത്? പ്രോഡക്റ്റ് ഏതായിരിക്കും? നമ്മുടെ കാൽഷ്യം ഓക്സൈഡിനെ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അഥവാ എന്ത് വിളിക്കാം? സ്ലേക്കഡ് ലൈം എന്ന് വിളിക്കാം. ഇതൊരു ഹൈലി എക്സോതെർമിക് പ്രോസസ് ആണ് അല്ലേ, ഒരുപാട് ഹീറ്റ് റിലീസ് ചെയ്യാറുണ്ട്. അപ്പം മിസ് ഇവിടെ ഹീറ്റും കൂടെ എഴുതി വെക്കും. അപ്പോൾ വൈ എന്ന് പറഞ്ഞാൽ ആരാ? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. റൈറ്റ് ഇറ്റ്സ് കെമിക്കൽ ഫോർമുല. ഓൾറെഡി എഴുതി കഴിഞ്ഞു കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ ഫോർമുല. അപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് തരുമ്പോൾ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ചോദ്യം വായിക്കുക. ചോദ്യം ഇരുന്ന് നല്ലതുപോലെ വായിക്കുക. വായിച്ചതിന് ശേഷം ഉത്തരം എഴുതാനായിട്ട് ശ്രമിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കോ. യു വാണ്ട് ടു സ്റ്റഡി എ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ബൈ ടേക്കിംഗ് ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസ് ഇൻ എ ബോയിലിംഗ് ട്യൂബ്. നമ്മളൊരു ബോയിലിംഗ് ട്യൂബിനെ എടുത്തു, ഇതിലേക്ക് ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റലിനെ ഇടണം, എന്നിട്ട് ഇതിൻ്റെ ഡീകമ്പോസിഷൻ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ ലിസ്റ്റ് 2 steps you would follow while doing the experiment. ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന 2 സ്റ്റെപ്പുകൾ ഏതൊക്കെയായിരിക്കും? എന്താ നമ്മൾ ആദ്യം ചെയ്യുക? കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക, അതിനെ നന്നായിട്ട് ഡ്രൈ ചെയ്യുക. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള സാമ്പിൾ, അതായത് ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസിനെ കുറച്ച് ആ ടെസ്റ്റ് ട്യൂബിലേക്ക് ആഡ് ചെയ്യുക. ഇനി ഒരു ക്ലാമ്പ് നമ്മൾ ചൂടാക്കാൻ പോവുകയാണ്, അപ്പോൾ നമ്മുടെ കൈ പൊള്ളരുത്. സോ ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ കൊണ്ടോ അല്ലെങ്കിൽ ക്ലാമ്പ് കൊണ്ടോ ഒക്കെ ഈ ട്യൂബിനെ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഒരു ബേർണറിൽ കാണിക്കുക. ഇനി പെയിൽ ഗ്രീൻ ക്രിസ്റ്റൽസ് വിൽ ഫസ്റ്റ് turn directly white and then change into brown. ആദ്യം ഓർമ്മയുണ്ടോ? ഫെറസ് സൾഫേറ്റ് എടുത്തു കഴിഞ്ഞാൽ FeSO4.7H2O ആണ്. ഈ വാട്ടർ ഉള്ളപ്പോൾ മാത്രമാണ് നമ്മുടെ ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസ് ഗ്രീൻ കളറിൽ കാണപ്പെടുക. അപ്പം ആദ്യം നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നും ഈ വാട്ടർ മോളിക്യൂൾസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും അല്ലേ. ഈ വാട്ടർ മോളിക്യൂൾസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഫെറസ് സൾഫേറ്റിന് മാത്രമാണ്. ഈ ഫെറസ് സൾഫേറ്റ് ആദ്യം വൈറ്റ് കളറിലാണ് കാണപ്പെടുക. ഇവനെ ഫർദറായിട്ട് വീണ്ടും ഹീറ്റ് ചെയ്താൽ, 2 ഫെറസ് സൾഫേറ്റിനെ എടുത്ത് വീണ്ടും ഫർദറായിട്ട് ഹീറ്റ് ചെയ്താൽ ഈ ഫെറസ് സൾഫേറ്റ് ഡീകമ്പോസ് ചെയ്യും. നമുക്ക് Fe2O3 എന്ന് പറഞ്ഞ ഫെറിക് ഓക്സൈഡ് കിട്ടും. ഈ ഫെറിക് ഓക്സൈഡ് ആണ് മക്കളെ ബ്രൗൺ കളറിൽ കാണപ്പെടുന്നത്. ഓക്കെ, ഒപ്പം സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡും കൂടെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട്. പക്ഷേ എന്താ നമ്മളോട് ഇക്വേഷൻ എഴുതാൻ ഒന്നല്ല പറഞ്ഞത്, സ്റ്റെപ്പുകൾ എഴുതാൻ, എക്സ്പെരിമെൻറ്റിൻ്റെ സ്റ്റെപ്പ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ടേക്ക് 5 ടെസ്റ്റ് ട്യൂബ്സ്, ലേബൽ ദം ആസ് ABCD. ഓക്കെ, 5 ടെസ്റ്റ് ട്യൂബ് എടുക്കണം. 5 ടെസ്റ്റ് ട്യൂബ് എടുക്കാമല്ലോ. മിസ് അടുത്തൊരു പേജ് എടുക്കാം. അമ്പടാ പേജ് എടുത്തത്. ഓക്കെ, 5 ടെസ്റ്റ് ട്യൂബ്. ഓക്കെ, 1, ഓക്കെ, 2, 3, 4, 5. ഇനി എന്താ പറഞ്ഞേ? ABCD എന്ന് നെയിം ചെയ്യണം അല്ലേ. ചെയ്യാലോ. ABCDE. ഇനി എന്താ അടുത്ത പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ. അടുത്ത പറഞ്ഞിട്ടുള്ള കാര്യം എന്താ? ഒരു മിനിറ്റ് മക്കളെ. യെസ്, അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്? unknown 5 ml of 5 unknown solutions. ഓരോ ടെസ്റ്റ് ട്യൂബിലും നമുക്കറിയില്ല, അൺനോൺ സൊല്യൂഷൻസ് ആണ് നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളത്. ഓരോ ടെസ്റ്റ് ട്യൂബിലും കുറച്ച് അൺനോൺ സൊല്യൂഷൻസിനെ എടുക്കണം. പുട്ട് സ്മോൾ സ്ട്രിപ്പ് ഓഫ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഫോളോയിങ് കളേഴ്സ് അപ്പിയർ ഇൻ ദീസ്. അതായത് നമ്മൾ എന്നിട്ട് എന്താ ചെയ്തത്? ഈ 5 ടെസ്റ്റ് ട്യൂബിലും നമുക്കറിയാത്ത ഏതോ ഒരു അൺനോൺ ആയിട്ടുള്ള സൊല്യൂഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവൻ്റെ pH എന്താണെന്നൊന്നും നമുക്കറിയില്ല. എന്നിട്ട് pH ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ pH പേപ്പറിന് കുറച്ച് നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചു. അങ്ങനെ ഡിപ്പ് ചെയ്തപ്പോൾ കുറച്ച് കളർ ചേഞ്ച് വന്നു. ABCDE ഓരോരുത്തർക്കും ഉണ്ടായിട്ടുള്ള കളർ ചേഞ്ച് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ സൊല്യൂഷൻ്റെയും നേച്ചർ പ്രെഡിക്റ്റ് ചെയ്യാം.
അതെങ്ങനെ നമ്മൾ ചെയ്യുക? അപ്പോൾ പി എച്ച് പേപ്പറിൻ്റെ മുഴുവൻ കളർ ചേഞ്ചും ഓരോ പി എച്ചിനും എന്ത് കളറാണ് നമ്മൾ കാണാതെ പഠിച്ച് വെക്കണോ? അത് പോസിബിൾ ആണോ? പോസിബിൾ അല്ല. എന്നാൽ നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം മിസ് പറഞ്ഞു തരട്ടെ. പോസിബിൾ ആയിട്ട് മിസ് നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞു തരാം. പി എച്ച് പേപ്പറിൻ്റെ കളർ കോഡ് ഓർത്തിരിക്കുക. ഇപ്പോൾ നമ്മളിവിടെ ഒരു പി എച്ച് പേപ്പറിന് വരയ്ക്കുകയാണെന്ന് ഇരിക്കട്ടെ. മിസ് വരയ്ക്കാം, ബ്ലാക്ക് എടുത്ത് വരയ്ക്കാം അല്ലേ, എന്നാലേ ഒരു രസമുള്ളൂ. ഓക്കെ, പി എച്ച് പേപ്പറിനെ വരച്ചു. അപ്പോൾ പി എച്ച് പേപ്പറിനെ മിസ് വരയ്ക്കുകയാണെങ്കിൽ ഈ പി എച്ചിനെ നമുക്ക് നമ്മുടെ വിബ്ജിയോറിലെ നമ്മുടെ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ആ വിബ്ജിയോറിൻ്റെ കളറുമായിട്ട് നമുക്ക് ഇവരെ ഒന്ന് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ റെയിൻബോ 7 കളേഴ്സ് ഉണ്ട്. അപ്പം മിസ് ഇതാ ഇവിടെ 7 കോളംസ് വരയ്ക്കുകയാണ്. 1 2 3 4 5 6 7. അപ്പോൾ എപ്പോഴും ഓർക്കാം മക്കളെ, ഗ്രീൻ കളർ എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. അപ്പം മിസ് ഇത് ആദ്യം ഇവിടെ എഴുതി. ഇവിടെ ഇതാ വരുന്നത് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. നമ്മുടെ വിബ്ജിയോറിൻ്റെ കളേഴ്സ് എത്രേ? ഓർക്കേണ്ട കാര്യം എന്താ? ഗ്രീൻ കളർ എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന കളർ എന്ന് പറയുന്നത് എപ്പോഴും അവിടെ വരുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിരിക്കും. ഒരു സൊല്യൂഷൻ്റെ പി എച്ച് 7 ആണെങ്കിൽ, ന്യൂട്രൽ ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന കളർ ഗ്രീൻ കളറാണ്. ഇനി നമുക്കറിയാം മോർ ദാൻ 7 ആണെങ്കിൽ, 7ൽ കൂടുതലാണെങ്കിൽ അവരെന്താണ്? ബേസിക് നേച്ചറുള്ള ആളാണ്. 7ൽ കുറവാണെങ്കിൽ അവരെന്താണ് മക്കളെ? അസിഡിക് നേച്ചറുള്ള ആൾക്കാരാണ്. ഇനി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഇവിടെ എന്താ മിസ് എഴുതി വെച്ചിട്ടുള്ളത് മക്കളെ? ഗ്രീൻ ആണെങ്കിൽ ന്യൂട്രൽ ആണ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, യെല്ലോ ആണെങ്കിൽ സ്ലൈറ്റ്ലി അസിഡിക് ആണ്. ഓറഞ്ച് ആകുമ്പോൾ കുറച്ചും കൂടി അസിഡിക്കായി. റെഡ് ആകുമ്പോൾ ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് സ്ട്രോങ്ലി അസിഡിക് ആണ്. ശരിയല്ലേ? ഇനി തിരിച്ചാലോചിച്ച് നോക്കിയേ, ബ്ലൂ, ഇൻഡിഗോ ഒക്കെ ആകുമ്പോൾ ഒരു വീക്ക്ലി അസിഡിക് ആണ്. പക്ഷെ വയലറ്റ് അസിഡിക് അല്ല, വീക്ക്ലി ബേസിക് ആണ്. പക്ഷെ വയലറ്റ് ആകുമ്പോഴേക്കും ആ ഒരു ബേസിക് ക്യാരക്ടർ അങ്ങ് കൂടി വരികയാണ്, നല്ല സ്ട്രോങ് ബേസ് ആയിട്ട് മാറും. ശരിയല്ലേ? അപ്പോൾ ഈ ഒരു കളർ കോഡ് ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് ഈസി അല്ലേ? ഇനി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഓറഞ്ച് എന്ന് പറഞ്ഞാൽ എവിടെയാ? ഓറഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്താണ് അല്ലേ? അപ്പം നമുക്ക് പറയാം സ്ട്രോങ്ലി അസിഡിക് ആണ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് പറയാം അസിഡിക് ആണ് എന്ന് പറയാൻ പറ്റും. ഇനി ഗ്രീൻ എടുത്താലോ? ഗ്രീൻ എപ്പോഴും ന്യൂട്രൽ തന്നെയാണ്. വെരി ഗുഡ്, ന്യൂട്രൽ ആണ്. ഇനി റെഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അറ്റത്തിരിക്കുന്ന ആളാണ് അല്ലേ? അപ്പം ഏറ്റവും അറ്റത്തിരിക്കുമ്പോൾ നമുക്ക് പറയാം സ്ട്രോങ്ലി അസിഡിക് ആണ്. വെറും അസിഡിക് അല്ല, സ്ട്രോങ്ലി അസിഡിക് ആണ്. ഇനി ബ്ലൂ എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഈ ഒരു അടുത്ത് ഗ്രീൻ കഴിഞ്ഞാൽ ബ്ലൂ. സോ ബേസിക്കലി അതൊരു വീക്ക്ലി ബേസിക് ആണ് അല്ലേ? കുറച്ച് ബേസിക് ക്യാരക്ടറേ ഉള്ളൂ. ഇനി വയലറ്റ് നോക്കിക്കേ, ഏറ്റവും അറ്റത്ത് ടോപ്പ് എൻഡിൽ അല്ലേ? അതായത് അത് സ്ട്രോങ്ലി ബേസിക് ക്യാരക്ടറുള്ള ആളായിരിക്കും. സ്ട്രോങ്ലി ബേസിക് ആയിരിക്കും. പ്രെഡിക്റ്റ് ചെയ്തില്ലേ? അപ്പം ഞാൻ കാണാം, നമ്മൾ വാല്യൂസ് കാണാതെ പഠിക്കേണ്ടി വന്നോ? ഓരോ വാല്യൂവിനെ കളർ പഠിക്കേണ്ടി വന്നോ? ഇല്ല, നമുക്കൊരു ചെറിയ ട്രിക്ക് ഉപയോഗിച്ച് ഈസി ആയിട്ട് ഇത് ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഈ ഒരു കാര്യം എൻ്റെ കുട്ടികൾ ഓർത്തിരിക്കുക കേട്ടോ. കഴിഞ്ഞ വർഷങ്ങളിലേക്ക് ഒരുപാട് മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രിക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആകും. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മിസ്സിന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഇത്രയുമല്ല, ഇനിയും ഒരുപാട് ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലായിട്ടും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതേപോലെ യൂസ്ഫുൾ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. മക്കൾ ഇനി ഇതേപോലെ എന്ത് വീഡിയോ ആണ് വേണ്ടതെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.